വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് അല്ലെങ്കിൽ അടിസ്ഥാന പാഠാവലി. ഈ കേരള പാഠാവലി എന്ന് വെച്ചാൽ മലയാളം ഫസ്റ്റും അടിസ്ഥാന പാഠാവലി എന്ന് വെച്ചാൽ മലയാളം സെക്കൻഡോ. ഞങ്ങളെ അതിൻ്റെ കേരള പാഠാവലിയുടെ മൊത്തം ഓണപരീക്ഷ വരെയുള്ള മൊത്തവും ചാപ്റ്ററിൻ്റെ നോട്ട് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് എഴുതി എടുക്കണം. നിങ്ങളെ നോക്കി ഒരിക്കലും ഇരിക്കരുത്. മലയാളം എഴുതി തന്നെ പഠിക്കണം കേട്ടോ. മലയാളം ഒരു ബുക്കോ അല്ലെങ്കിൽ പേപ്പറോ എടുത്ത്, പേപ്പറാകുമ്പോൾ നിങ്ങൾ കളഞ്ഞ് ഒരു ബുക്ക് എടുത്തിട്ട് മലയാളം സെക്കൻഡ് അല്ലെങ്കിൽ അടിസ്ഥാന പാഠാവലി എന്ന് പേര് കൊടുത്തിട്ട് നോട്ട് അതുപോലെ എഴുതിയെടുക്കണം കേട്ടോ. നോക്കിയേ, നമ്മുടെ മലയാളം സെക്കൻഡിൻ്റെ അല്ലെങ്കിൽ അടിസ്ഥാന പാഠാവലിയുടെ 1ാമത്തെ ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ ടോമോയിലെ കായികമേള എന്നാണ് പാഠത്തിൻ്റെ പേര്. എന്താവും നിങ്ങളെ ടോമോയിലെ കായികമേള. ഇത് നമ്മൾ ജൂൺ മാസത്തിൽ ഇതിൻ്റെ ക്ലാസ് ഒന്ന് എടുത്തതായിരുന്നു. എന്നാൽ അതിൻ്റെ നോട്ട് ഞാൻ തന്നില്ലായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ ലിങ്ക് നോക്കിയപ്പോഴാണ് നിങ്ങൾക്ക് മലയാളം സെക്കൻഡിൻ്റെ നോട്ട് തന്നില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നോട്ട് തന്നെ കേട്ടോ. അപ്പോൾ നോക്കിയേ, കുട്ടികൾക്ക് വിനോദങ്ങൾ വളരെ ഇഷ്ടമാണ്. പഠിക്കുന്നതിനേക്കാൾ പലപ്പോഴും അവർക്ക് താല്പര്യം കളികളിൽ ഏർപ്പെടാനാണ്. പൂക്കാലം മുതൽ നിലനിന്നു പോരുന്ന നാടൻ കളികളും പിന്നെ അതുപോലെ ഫുട്ബോൾ, ഷട്ടിൽ, ബാഡ്മിൻ്റൺ, ബാസ്കറ്റ് ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് തുടങ്ങിയവയും കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. കുട്ടികൾക്ക് കുട്ടികളുടെ ആരോഗ്യവും മാനസികവും സാമൂഹികവുമായ വളർച്ചയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. വിവിധതരം കളികളെ പരിചയപ്പെടുത്തുന്ന ഒരു പാഠമാണ് നമ്മുടെ ടോമോയിലെ കായികമേള എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഫുട്ബോൾ കളിക്കാൻ വളരെയധികം ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ് പ്രവേശക പ്രവർത്തനമായി പാഠ ആരംഭത്തിൽ കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഒരു കളി അനുഭവം പറയാനാണ് പറയുന്നത്. അപ്പുവിൻ്റെ കളി അനുഭവമാണ്. അത് വേനൽക്കാലമായാലും 5ാം തരം, അതായത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ഏതെങ്കിലും ഒരു കളിയുടെ അനുഭവം എഴുതാൻ, ചിലപ്പം അനുഭവ കുറിപ്പെന്നും പറഞ്ഞ് എഴുതാൻ ചോദിക്കും. 5, 6 മാർക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം. നോക്കിക്കോ നിങ്ങളെ 1ാമത്തെ പാഠം ടോമോയിലെ കായികമേള. ഇച്ചിരി പാടാണിത് വായിക്കാൻ. തെത്തസുകോ കുറോയാനഗി രചിച്ച ടോട്ടോ ചാൻ ജനാലക്കരിയിലെ വികൃതിക്കുട്ടി എന്ന കൃതിയിൽ നിന്നെടുത്തുള്ള ഒരു പാഠഭാഗമാണ് ടോമോയിലെ കായികമേള. ടോമോയിലെ ഒരു പ്രൈമറി സ്കൂളിൽ നടന്ന കായികമേളയെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അതായത് ടോമോയിലെ ഒരു പ്രൈമറി സ്കൂളിൽ നടന്ന കായികമേളയെക്കുറിച്ചാണ് ഈ പാഠഭാഗം. പറയത്തക്ക യാതൊരു പ്രത്യേകതകളും ഈ സ്കൂളിലെ കായികമേളയ്ക്കില്ലായിരുന്നു. സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന സാധാരണ സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് മേള നടന്നിരുന്നത്. അല്പമെങ്കിലും പ്രത്യേകതയുള്ളത് മീൻ വായിലൂടെ കയറിയുള്ള ഓട്ടമായിരുന്നു. സാധാരണ അമ്യൂസ്മെന്റ് പാർക്കുകളിൽ വെച്ചിരിക്കുന്നത് പോലെയുള്ള മീനിൻ്റെ ഒരു രൂപം. അതിൻ്റെ വായിലൂടെ കയറി വയറ്റത്തിലൂടെ പുറത്തിറങ്ങണം. ആകെ അവിടെ ഉള്ളത് 3 മത്സ്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് സ്കൂളിലെ കുട്ടികളെല്ലാവരും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് വളരെയധികം സമയം എടുത്തിരുന്നു. പക്ഷെ അത് വളരെ എളുപ്പമായിരുന്നില്ല ഈ മത്സരം. പിന്നെ കൊബായാഷി മാസ്റ്റർ ഇതിനകത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. കൊബായാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും ചേർന്ന് വടംവലി മത്സരമൊക്കെ നടത്തും. ഈ വടംവലിയിൽ പങ്കെടുക്കാൻ ചില കുട്ടികൾക്ക് ആ മത്സരം നിയന്ത്രിക്കുന്ന ചുമതലയും നൽകിയിരുന്നു. എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ച് റിലേ മത്സരവും നടത്തിയിരുന്നു. വിശ്രമ വേളകളിൽ കുട്ടികൾ ചാടിമറിഞ്ഞും നടക്കുന്ന പടവുകൾക്ക് ആ ഒരു ദിവസം പ്രത്യേക പ്രാധാന്യം വരുന്നുണ്ട്. ആ മത്സരത്തിൽ ടോട്ടോ ചായനും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കുട്ടികളും പങ്കെടുത്തിരുന്നു. എല്ലാ മത്സരത്തിനും 1ാം സ്ഥാനം നേടിയത് നമ്മുടെ തകഹാഷി എന്ന ഒരു ആൺകുട്ടിയാണ്. അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഇന്നത്തെ പോലെ ട്രോഫികളും ഷീൽഡും പണവും ഒന്നുമല്ല മാസ്റ്റർ സമ്മാനമായിട്ട് നൽകിയിരുന്നത്. പിന്നെയോ 1ാം സമ്മാനം ഒരു തടിയൻ ചേന അല്ലെങ്കിൽ ഒരു മത്തങ്ങ, 2ാം സമ്മാനം 2 ഉരുളൻകിഴങ്ങ്, 3ാം സമ്മാനം ഒരു പിടി ചീര. ഇങ്ങനെയൊക്കെയാണ് സമ്മാനങ്ങൾ. നിലവിൽ കുട്ടികളുടെ സാഹചര്യത്തോട് ചേർന്ന് നിൽക്കുന്ന മത്സരവും സമ്മാന വിതരണവുമാണ് ആ കായിക അധ്യാപകൻ അവിടെ നടത്തുന്നത്. ഇതാവും നിങ്ങളെ ടെസ്റ്റിലെ കഥ. അതിൻ്റെ ചുരുക്കിയാണ് പറഞ്ഞത്. അപ്പം നമുക്കിനി പാഠത്തിലെ അർത്ഥവും, നിങ്ങൾക്ക് അർത്ഥമൊന്നും ചോദിക്കത്തില്ല. പദം പിരിച്ചെഴുതാനും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്കൂ നിങ്ങളെ, എന്തായാലും ഞാനൊരു 5 പദപരിചയം എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ. മോടി പിടിപ്പിച്ച എന്ന് വെച്ചാൽ ഭംഗിയുള്ളതാക്കിയ, ദൈർഘ്യമേറിയത് എന്ന് വെച്ചാൽ നീളമുള്ളത്, മധ്യത്തിൽ എന്ന് വെച്ചാൽ നടുക്ക്, കടമ്പകൾ എന്ന് വെച്ചാൽ തടസ്സങ്ങൾ, എലിമെൻ്ററി സ്കൂൾ എന്ന് വെച്ചാൽ പ്രൈമറി സ്കൂളിൻ്റെ വേറൊരു പേരാവും ഞങ്ങളെ എലിമെൻ്ററി സ്കൂൾ. ഇനി പദം പിരിച്ചെഴുതുന്ന വെച്ചാൽ 3 കാലിൽ ഓട്ടം. എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? 3 കാലിൽ അധികം ഓട്ടം. സമയം 1, സമയം അധികം 1. ഇളകിയാടാൻ, ഇളകി അധികം ആടാൻ. ഓടേണ്ടതില്ല, ഓടേണ്ടത് അധികം ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ.
അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കയറാം. ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ എന്തെല്ലാം? ഒന്നാമത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ. ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ എന്തെല്ലാം? ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷത മീൻ വായിലൂടെ കയറിയുള്ള ഓട്ടമായിരുന്നു. ഒരു വലിയ മീനിൻ്റെ രൂപമാണ്. അതിൻ്റെ വായിലൂടെ കയറി വയറ്റത്തിലൂടെ പുറത്തിറങ്ങുന്നതാണ് കളി. പിന്നീടുള്ള കൊബായാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും ചേർന്നുള്ള വടംവലി മത്സരമാണ്. മത്സരം നിയന്ത്രിക്കുന്നത് കുട്ടികളാണ്. എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ച് ഒരു റിലേ അല്ലെങ്കിൽ ഓട്ട മത്സരവും നടത്തിയിരുന്നു. സമ്മാനമായിട്ട് അവർക്ക് നൽകിയത് മുമ്പ് നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? തടിയൻ ചേന, മത്തങ്ങ, ഉരുളൻകിഴങ്ങ്, ഒരു പിടി ചീര എന്നിവയൊക്കെയാണ്. അപ്പോൾ ആ കഥ വായിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ അറിയണം ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷത കേട്ടോ. അപ്പോൾ സ്കൂളിലെ കളികളുടെയൊക്കെ സവിശേഷതയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. എഴുതണേ കുഞ്ഞുങ്ങളെ. ഓക്കെ ആണല്ലോ. അടുത്ത രണ്ടാമത്തെ ചോദ്യം, മറ്റുള്ള എലിമെൻ്ററി സ്കൂളിനെ മറ്റുള്ള എലിമെൻ്ററി സ്കൂളിൽ നിന്നും വ്യത്യസ്തമായി ഈ ടോമോയിലെ കായികമേളയുടെ പ്രത്യേകത എന്തെല്ലാമായിരുന്നു? മറ്റുള്ള സ്കൂളിൽ നിന്ന് എന്ത് വ്യത്യാസമായിരുന്നു? വടംവലിയും 3 കാലിൽ ഓട്ടവും ഒഴിച്ച് ബാക്കിയുള്ളവയെല്ലാം കൊബായാഷി മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളായിരുന്നു. വടംവലിയും 3 കാലിൽ ഓട്ടവും ഒഴിച്ച് ബാക്കിയുള്ളവയെല്ലാം നമ്മുടെ കൊബായാഷി മാസ്റ്ററുടെ കണ്ടുപിടുത്തമായിരുന്നു. ഓക്കെ ആണോ? ഇനി നമ്മളോട് ചോദിക്കുക, എന്താണ് ഈ മീൻവായിലോട്ടം? നമ്മൾ പറഞ്ഞല്ലോ അവിടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ടിൻ്റെ നടുക്ക് ഒരു വലിയ മീനിൻ്റെ ആകൃതിയിലുള്ള ഒരു അതിനെക്കുറിച്ച് അതിന് നമ്മൾ പറയുന്നത്, അതായത് മത്സ്യാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ചു മോടി പിടിപ്പിച്ച എടുപ്പുകൾ സ്കൂൾ മൈതാനത്തിൻ്റെ മധ്യത്തിൽ സ്ഥാപിക്കും. മണിയടി കേൾക്കുമ്പോൾ കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും. വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തിലൂടെ തിരിച്ചിറങ്ങണം. തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ഈ മത്സരം അവസാനിക്കുന്നു. മനസ്സിലായോ? എന്താണ് മീൻവാല? ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കഥയിൽ അറിയായിരിക്കും. എന്നാലും അത് ആൻസർ എങ്ങനെ എഴുതേണ്ടത്? മത്സ്യാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മോടി പിടിപ്പിച്ച എടുപ്പുകൾ സ്കൂൾ മൈതാനത്തിൻ്റെ മധ്യത്തിൽ സ്ഥാപിക്കും. മണിയടി കേൾക്കുമ്പോൾ കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും. വായിലൂടെ അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തിലൂടെ തിരിച്ചിറങ്ങണം. തിരികെ നമ്മൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ഈ മത്സരം അവസാനിക്കുന്നു. നിങ്ങളുടെയൊക്കെ സ്കൂളിലുണ്ടോ നിങ്ങളെ ഇതുപോലെയൊക്കെ ഉള്ളത്? ഉണ്ടോ? അടുത്ത നോക്കിക്കേ. വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസോക്കിച്ചാനെ പോലെയുള്ള കുട്ടികൾക്ക് മാസ്റ്റർ നൽകിയത് എന്തൊക്കെയാണ്? ഇപ്പോൾ എന്തെങ്കിലും ശാരീരിക അംഗവൈകല്യമുള്ള എന്തെങ്കിലുമൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും ഗെയിം കാണുമല്ലോ. നോക്കിയേ, വടംവലി മത്സരത്തിൽ പങ്കെടുക്കാനാവാത്ത കുട്ടികൾക്ക് മത്സരം നിയന്ത്രിക്കുന്ന ചുമതല നൽകും. വിജയികളെ നിർണ്ണയിക്കാനായി അവർ വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസ് എന്ന് വെച്ചാൽ റിബൺ ഉണ്ടല്ലോ, അത് കെട്ടിയിട്ട് അവരെയാണ് ഈ വയ്യാത്ത കുട്ടികളെ ആയിരിക്കും നമ്മൾ നോക്കാൻ ഏൽപ്പിക്കുന്നത്. അവരിങ്ങനെ കണ്ണും നട്ടങ്ങനെ നിൽക്കുമെന്ന്. മനസ്സിലായോ? വയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ എങ്ങനെയാണ് ഈ വടംവലി മത്സരത്തിൽ പങ്കെടുപ്പിച്ചതെന്ന് അവരെയാണ് നോക്കാനിരുത്തുന്നത്. ആരാണ് ജയിക്കുന്നത് അല്ലേ? റിബൺ ഏത് വശം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വടംവലി ഏത് വശത്തോട്ടാണ് റിബൺ നീങ്ങുന്നതെന്നൊക്കെ കാണാൻ വേണ്ടിയാണ് അവരെ നിയമിക്കുന്നത്. അപ്പോൾ 4 ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുണ്ട്. നിങ്ങളിത് എഴുതിയെടുക്കണം, വെറുതെ നോക്കിയിരിക്കരുത്. എപ്പോഴും മലയാളം എഴുതി തന്നെ പഠിക്കണം. കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതിരിക്കാനാണ് എഴുതിപ്പടി എന്ന് പറയുന്നത്. ടോമോയിലെ റിലേ മത്സരം, അതായത് ഓട്ട മത്സരത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ടോമോയിലെ ഓട്ട മത്സരത്തിൻ്റെ പ്രത്യേകത, സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുക്കുന്ന മത്സരമായിരുന്നു അത്. എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കുന്ന ഒരു മത്സരമായിരുന്നു ഓട്ട മത്സരം. ആരും വളരെ ദൂരം ഓടേണ്ടതില്ല. ഈ ഓട്ട മത്സരമാണെന്ന് വിചാരിച്ച് ആരും വളരെ ദൂരം ഓടേണ്ടതില്ല. അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും താഴേക്കും ഓടിയാൽ ഒരാളുടെ ഓട്ടം തീർന്നു. ഇത്രയും മാത്രം എഴുതിയാൽ മതി കേട്ടോ. അടുത്ത കായികമേളയിൽ ഏവരെയും അതിശയിപ്പിച്ച സംഭവം എന്തായിരുന്നു? നീളം കുറഞ്ഞ കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എന്ന എല്ലാ മത്സരത്തിനും ഒന്നാമനായി. മറ്റുള്ളവർ കരിമീൻ തടിയൻ്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ ഈ തകാഹാഷി നൊടി നേരം കൊണ്ട് പുറത്തിറങ്ങി. കൂടെയുള്ളവർ ഏണിപ്പടികൾക്കിടയിലെ നൂഴ്ന്നുകയറ്റം ആരംഭിക്കുമ്പോൾ അവൻ തിരച്ചിറങ്ങി കഴിഞ്ഞിരിക്കും. ഓട്ടമത്സരവും അതുപോലെ തന്നെയാണ്.
തൻ്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെപ്പോലെ മിന്നൽ വേഗത്തിൽ മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ തകാഹാഷിയെക്കുറിച്ച് നമ്മളോട് ചോദിച്ചാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട 6 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടുണ്ട്. ആ കഥ നിങ്ങൾക്കറിയാം, ഞാൻ ഒരു ലിങ്ക് ഇട്ടതാണ്. ഈ കഥ വായിച്ച് ടെസ്റ്റ് വായിച്ചൊരു ലിങ്ക് ഇട്ടതാണ്. ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. അതുപോലെ നിങ്ങൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കല്ലോ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരുപാട് പേര് കാണുന്നുണ്ട്. അതുപോലെ അതായത് ലൈക്കും ഷെയറും കമൻറ്റും കൂട്ടുകാർക്കൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അവരും കൂടെ പഠിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് കാട്ടിലെ കളികൾ. കാട്ടിലെ കളികൾ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് എഴുതിയത് ആരാണ്? ചെറുശ്ശേരി. ഇത് മറക്കല്ലേ കുഞ്ഞുങ്ങളെ. അതിന്റെ ബാക്കി അടുത്ത ചാപ്റ്ററാണ് കേട്ടോ, കാട്ടിലെ കളികൾ. ഇത് എഴുതിയത് ആരാണ്? ഇത് ഏത് ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളതെന്നൊക്കെ ചോദിക്കും. കൃഷ്ണഗാഥയിൽ നിന്നാണ്. കൃഷ്ണഗാഥ എഴുതിയത് ആരാണ്? ചെറുശ്ശേരിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ചെറുശ്ശേരിയുടെ ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ഹിൻഡ് തരും. ജീവചരിത്രക്കുറിപ്പ് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ഹിൻഡ് തരും. നിങ്ങൾ അതിൽ നിന്നും എന്ത് ചെയ്യണം? കണ്ടെത്തി എഴുതണം കേട്ടോ. ഇവിടെ ഈ പാഠത്തിൽ എന്താ പറയുന്നത്? അതായത് ഗാഥാപ്രസ്ഥാനത്തിൽ ആദ്യമുണ്ടായ കൃതിയാണ് കൃഷ്ണഗാഥ. കൃഷ്ണപ്പാട്ട് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ വടകര ചെറുശ്ശേരി ഇല്ലത്തെ ഒരു നമ്പൂതിരിയാണ് കൃഷ്ണഗാഥയുടെ കർത്താവ് എന്നാണ് ഐതിഹ്യം. കോലത്തിരി ഉദയവർമ്മ രാജാവിന്റെ ആജ്ഞയനുസരിച്ചാണ് ഈ കാവ്യം എഴുതിയിരിക്കുന്നത്. രാജാവും ചെറുശ്ശേരിയും കൂടി ചതുരംഗം, അതായത് ചൂത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത തൊട്ടിലിൽ കുട്ടിയെ കിടത്തി ആട്ടിക്കൊണ്ടിരുന്ന രാജാവിന്റെ ഭാര്യ ഒരു നില കൂടി തെറ്റിയാൽ രാജാവ് തോൽക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ആളയുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാവോ? കുട്ടിയെ ഉറക്കുന്ന ഭാവത്തിൽ പാടി ഭർത്താവിന് അപകടം മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ആളിനെ ഉന്തി രാജാവ് കളിയിൽ ജയിക്കുകയും ചെയ്തു. ഭാര്യ പാടിയ മട്ടില് ഭാഗവത ദശമസ്കന്ധം പാട്ടാക്കണമെന്ന് രാജാവ് ഈ നമ്പൂതിരിയോട് നിർദ്ദേശിച്ചു. അങ്ങനെ അദ്ദേഹം കൃഷ്ണഗാഥ രചിച്ചു. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കൃഷ്ണഗാഥയിൽ ഉള്ളത്. എന്താണ് നമ്മുടെ പാഠത്തിന്റെ പേരെന്താണ്? കാട്ടിലെ കളികൾ എന്നാണ് കേട്ടോ. ഇവിടുത്തെ പാഠത്തിന്റെ ഇതിപ്പോ നമ്മൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഇനി ഈ പാഠം നോക്കിയേ. മലയാളത്തിലെ പ്രാചീന കവിത്രയത്തിലെ പ്രശസ്തനായ കവിയാണ് ചെറുശ്ശേരി. അദ്ദേഹത്തിന്റെ കൃഷ്ണഗാഥയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ ഭാഗം. ശ്രീകൃഷ്ണനും ജ്യേഷ്ഠ സഹോദരനായ ബലഭദ്രരാമനും മറ്റു കുട്ടികൾക്കും ബാല്യകാലം കഴിച്ചുകൂട്ടിയത് അമ്പാടിയിലാണ്. ഈ അമ്പാടിയിലെ പശുക്കളോടും കന്നുകാലികളോടും കാട്ടിലുള്ള പക്ഷി മൃഗാദികളോടും കാളിന്തി നദിയിലെ മത്സ്യങ്ങളോട് പോലും ശ്രീകൃഷ്ണന് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു. ഒരു ദിവസം ബാലനായ കൃഷ്ണനും മറ്റു കുട്ടികളും കാട്ടിൽ പോയി പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ട കാര്യമാണ് ചെറുശ്ശേരി ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ഒരു ദിവസം കൃഷ്ണൻ തൻ്റെ കൂട്ടുകാരോട് കാട്ടിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നു. രാവിലെ തന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടി. ഓരോരുത്തരും അവരുടെ പശുക്കളെ കൂട്ടി വനത്തിലേക്ക് പോയി. മറ്റു കുട്ടികളും ഒപ്പം കൂടി. വിനോദത്തിൽ എല്ലാവരും കൂടി ഏർപ്പെട്ടു. മയിലുകൾ കൂകി തുടങ്ങിയപ്പോൾ അതുപോലെ കൂകാൻ തുടങ്ങി. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് കുഞ്ഞുങ്ങളെ. മയിലുകൾ കൂവാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഇവരും കൂടെ കൂകാൻ തുടങ്ങി. അതുപോലെ തന്നെ കുയിലുകൾ പാടുന്നത് കേട്ടിട്ട് അതുപോലെ പാടാൻ തുടങ്ങി. പക്ഷികൾ പറക്കുമ്പോൾ അവയുടെ നിഴലിനെ ചെന്ന് പിടിക്കാൻ എല്ലാവരും കൂടി പോയി. അരയന്നങ്ങൾ നടന്നു പോകുമ്പോൾ അവയെപ്പോലെ നടക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ തങ്ങളുടെ നിഴല് കണ്ട് അതിനൊപ്പം കളിക്കുകയും മാറ്റൊലി ശബ്ദം വനത്തിൽ കേൾക്കുമ്പോൾ അതിനൊപ്പം ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. കാട്ടിലെ മരങ്ങളിലേക്ക് കുരങ്ങന്മാർ പാഞ്ഞു കയറുമ്പോൾ അവയുടെ വാലിൽ പിടിച്ചു കളിക്കും. പുണ്യങ്ങൾ ചെയ്തുള്ള ആ കുട്ടികൾ കണ്ണനുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കംസൻ പറഞ്ഞുവിട്ട ഒരു അസുരൻ അരയന്നങ്ങളുടെ സമീപത്ത് കാക്ക നിൽക്കുന്നത് പോലെ അവിടെ നിന്നു എന്നാണ് നമ്മുടെ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം ഒന്ന് എന്താണ്? ഈ പാഠം എഴുതിയത് ആരാണ്? ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്നാണ് കേട്ടോ. ഏതാണ്? കൃഷ്ണഗാഥയാണ്
അല്ലേ? കൃഷ്ണഗാഥയിൽ നിന്നാണ് ചെറുശ്ശേരിയാണ് എഴുതിയത്. നന്ദതനുജൻ മനസ്സിൽ വിചാരിച്ചത് എന്താണ്? വനത്തിൽ ചെന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാമെന്നാണ് നമ്മുടെ നന്ദതനുജൻ മനസ്സിൽ വിചാരിച്ചത്. കണ്ണനും കൂട്ടുകാരും കാട്ടിൽ വെച്ച് നടത്തിയ കളികൾ എന്തൊക്കെയാണ്? ഇപ്പം ഞാൻ വായിച്ച് നിങ്ങൾ കേട്ടായിരുന്നോ? എന്താ? മയിലുകൾ കൂകുമ്പോൾ അതുപോലെ കൂകി, കുയിലുകൾ പാടുമ്പോൾ അതുപോലെ പാടി, വെയിലത്ത പക്ഷികൾ പറക്കുമ്പോൾ അവയുടെ നിഴലിനെ പിടിക്കാൻ പോയി, അരയണ്ണങ്ങൾ കരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അതിനനുസരിച്ച് നടന്നു, ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ കാട്ടിലെന്താ അതിൻ്റെ എല്ലാം മാറ്റുലി കേൾക്കാം, മരത്തിൽ കയറുന്ന കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചു വലിക്കുന്നു. ഇങ്ങനെ കാട്ടിലെ ഓരോരോ കളികൾ അവർ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. കാട്ടിലെ കളികൾ എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. അപ്പം എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. കേട്ടോണ്ടിരിക്കല്ലേ കുഞ്ഞുങ്ങളെ? കേട്ടോണ്ടിരിക്കാൻ എല്ലാം നല്ലതാണ്. പക്ഷേ സ്കൂളിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കേട്ടോ അന്നേരമായിരിക്കും എഴുതാൻ അറിയാനുള്ള ബുദ്ധിമുട്ടുകൾ. ഹംസങ്ങളുടെ അടുത്ത് കാകൻ പോലെ കാട്ടിൽ വന്ന് നിന്നത് ആരാണ്? കൃഷ്ണന്റെ അമ്മാവനായ കംസൻ പറഞ്ഞയച്ച ഒരു അസുരനായിരുന്നു അത്. ഇനിയും കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും എന്തൊക്കെയാ ചെയ്തത്? അത് നിങ്ങളോട് ചോദിക്കുന്നതാണ്. എങ്ങനെയെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും കൂടി കളിക്കാൻ പോവല്ലോ. എന്താ അവ തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്യാൻ, തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ. അമ്പാടിയിൽ കണ്ണനും കൂട്ടുകാരും അവർ താമസിക്കുന്ന പരിസരങ്ങളോടും കാടിനോടും ഇണങ്ങി ജീവിച്ചവരാണ്. പശുക്കളും കന്നുകാലികളും കാട്ടിലെ പക്ഷികളും മൃഗങ്ങളും ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്നു, അല്ലേ? മയിലുകൾ കൂകി തുടങ്ങുമ്പോൾ അവർ കൂകുന്നു, കുയിലുകൾ പാടി തുടങ്ങുമ്പോൾ അവർ കൂടെ പാടുന്നു. ഇന്നത്തെ അങ്ങനെയൊക്കെ നമ്മൾ ആ മുമ്പ് പറഞ്ഞില്ലേ, അതെല്ലാം അങ്ങ് എഴുതിക്കോണം കേട്ടോ. അറിയാവുന്ന കാര്യങ്ങളെല്ലാം എഴുതിക്കോണം. ഒരു പേപ്പർ ഫുള്ള് എഴുതണം നമുക്ക്. പിന്നെ എന്നാൽ ഇന്നത്തെ കുട്ടികളോ ഇത് വല്ലതും കളിക്കാൻ? ഇന്നത്തെ കുട്ടികളിൽ എന്താ 100-ൽ 70% കുട്ടികളും എന്താണ് കണ്ണ് തപ്പിയ ഫോൺ എടുത്ത് കളിയാ, അല്ലേ? ഒരു ഇച്ചിരി നേരം കിട്ടിക്കഴിഞ്ഞാൽ അമ്മയുടെയോ അച്ഛൻ്റെയോ ഫോണ് എന്താ എവിടെങ്കിലും ഒന്ന് താഴെ വെക്കാൻ. സത്യമല്ലേ കുഞ്ഞുങ്ങളെ? താഴെ ഒന്ന് വെക്കാഞ്ഞ് നോക്കിയിരിക്കുമോ? എന്താ ഫോൺ എടുത്ത് വെച്ചിരുന്നത്? എന്തുവാന്ന് അറിയത്തില്ല, തപ്പു അങ്ങ് യൂട്യൂബിൽ കയറി അത് ഇതൊന്നും. അന്നേരം നിങ്ങൾ ആ ബീനാസ് ലേണിംഗ് ക്ലാസ് കയറി കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു ഇതും കയറി കാണരുത്. പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കുക കേട്ടോ. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ജോലി. എന്താ? പഠിക്കേണ്ട സമയത്ത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. പഠിച്ചാൽ പോലും ഇന്നത്തെ കാലത്ത് നല്ല ജോലികളൊന്നും കിട്ടുന്നില്ല കുഞ്ഞുങ്ങളെ, പണ്ടത്തെ കാലമൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് പഠിച്ചെങ്കിലേ നല്ലപോലെ മാർക്ക് കിട്ടി. വെറുതെ പഠിച്ചു എന്നുകൊണ്ടും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമുക്ക് നല്ല വിഷയത്തിനും ഫുൾ A+ വേണം. എങ്കിലേ നമുക്ക് എന്താ അഡ്മിഷൻ ആയാലും ഓരോ കാര്യങ്ങൾക്കും കേട്ടോ. അപ്പം ഇപ്പം എന്താ പറഞ്ഞു വന്നത്? പഴയ കാലത്തെ കുട്ടികളുടെ കളിയും എന്താ ഇന്നത്തെ കാലത്തെ കുട്ടികളെ കളിക്കാനും വിടത്തില്ല. എന്തുകൊണ്ടാണ്? കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ടായിരിക്കും അവർ തിരിച്ചു വരുന്നത്, അല്ലേ? അങ്ങനെയുണ്ട്. ഇന്നത്തെ കുട്ടികൾ കൂടുതലും മൊബൈൽ ഫോണിൻ്റെയും TV-യുടെയും മുന്നിലാണ്. എന്നാൽ ചില കുട്ടികൾ എന്താണ് അല്ലാത്ത കുട്ടികളും ഉണ്ട്. ഫുട്ബോള്, എന്താ അല്ലെങ്കിൽ പന്ത് കളി, ക്രിക്കറ്റ് കളി, ഷട്ടിൽ കളി, എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ ഒന്ന് എല്ലാ പേരും കൊടുക്കുക. ഞാൻ എഴുതിയത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. ഈ ആൻസർ ഞാനൊരു ഒന്ന് റഫായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളത് താരതമ്യം ചെയ്ത് എഴുതാൻ. ഓക്കെ ആണോ? അടുത്ത നോക്കൂ നിങ്ങളെ. അടുത്ത പാഠത്തിൻ്റെ പേര് ഈ പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ ചെറുശ്ശേരി എഴുതിയ ഒരു കവിതയുടെയാണ്. അപ്പോൾ നമ്മൾ അത് നല്ലപോലെ അത് വായിച്ചു നോക്കിയിട്ട് വേണം കേട്ടോ. ഈ പാഠത്തിനകത്ത് മൊത്തം കളികളെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. അടുത്ത പന്ത് കളിക്കാനൊരു പെൺകുട്ടി നമ്മുടെ കലവൂർ രവികുമാർ എഴുതിയതാണ് കേട്ടോ. കലവൂർ രവികുമാർ എഴുതിയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഥ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളെ പുസ്തകം വായിക്കാറുണ്ടോ? എവിടെ ഇല്ലേ? പന്ത് കളിക്കാനൊരു പെൺകുട്ടി എന്ന കഥയിൽ 3 കഥാപാത്രങ്ങളെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. മഞ്ഞക്കിളി എന്ന പേരുള്ള മറ്റൊരു ആൺകുട്ടിയും അതോടൊപ്പം സുമംഗല എന്ന പെൺകുട്ടിയും വൈകുന്നേരം വീടിനടുത്തുള്ള മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ പ്രകാശൻ ഉണ്ടായിരുന്നു അവിടെ. മഞ്ഞക്കിളിയെ ഗോളി നിർത്താനായിരുന്നു പ്രകാശന് താല്പര്യം. എന്നാൽ അവനാകട്ടെ കയറി കളിക്കാനായിരുന്നു അവനിഷ്ടം. ഓരോ പന്തും കയ്യിൽ കിട്ടാതെ പോയി ഗോളാകുമ്പോൾ ഈ പ്രകാശൻ അവിടെ നിന്ന് ദേഷ്യപ്പെടുക പതിവായിരുന്നു. എന്നാൽ എതിർ ടീമിൽ കളിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ മഞ്ഞക്കിളി കളിക്കുമായിരുന്നു. അവിടെയും ഗോളിയായിരുന്നു. അങ്ങനെയാണ് സുമംഗല എന്ന പെൺകുട്ടി പന്ത് കളിക്കാനായി അവിടെ എത്തുന്നത്. അവളുടെ അച്ഛൻ ഒരു നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു. എന്നാൽ അവിടെയുള്ള ആൺകുട്ടികൾ അവളെ കളിക്ക് കൂട്ടിയില്ല. സങ്കടപ്പെട്ട് ഈ സുമംഗല അവിടെ നിന്നും പോയി. ഈ വിവരം മഞ്ഞക്കിളി അവൻ്റെ അമ്മയോട് ചെന്ന് പറഞ്ഞപ്പോൾ അമ്മ അവനെ വഴക്ക് പറഞ്ഞു. പഴയ വനിതാ ലോകകപ്പ് മത്സരത്തിൻ്റെ വീഡിയോ ലാപ്ടോപ്പിൽ നിന്നും അവൾ കാണിച്ചു. അവൻ്റെ അമ്മ ഒരു പത്രപ്രവർത്തകയാണ്. ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ലെന്ന് അമ്മ മഞ്ഞക്കിളിയെ പറഞ്ഞു മനസ്സിലാക്കി. സുമംഗലയ്ക്ക് ഇഷ്ടപ്പെട്ട കളിയിൽ ഏർപ്പെടാൻ അവകാശമുണ്ടെന്ന് പറയുന്നു.
അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കൂ കുഞ്ഞുങ്ങളെ. മഞ്ഞേ, നിന്റെ കൈ എന്താ ഓട്ടക്കൈയാണോ? ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടോ? പ്രകാശൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? നോക്കൂ കുഞ്ഞുങ്ങളെ, മഞ്ഞേ നിന്റെ കൈ എന്താ ഓട്ടക്കൈയാണോ? ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഈ ഓട്ടയുണ്ടോ? പ്രകാശൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്ത്? പിടിച്ചെടുക്കാവുന്ന 1-2 പന്തുകൾ മനഃപൂർവ്വം മഞ്ഞക്കളി വിട്ടുകളഞ്ഞു. ഇങ്ങനെ ചെയ്തപ്പോൾ ഈ പ്രകാശൻ പരിഹസിച്ചുകൊണ്ട് പറയുന്നതാണ് നിന്റെ കൈ ഓട്ടക്കൈയാണോന്ന് കേട്ടോ. പ്രകാശൻ കലി തുള്ളാൻ കാരണം എന്താണ്? പിടിക്കാവുന്ന പന്തുകളെല്ലാം വിട്ടുകളഞ്ഞപ്പോഴാണ്. അപ്പോൾ നിനക്ക് പന്ത് പിടിക്കാൻ അറിയാം. ഇങ്ങനെ പ്രകാശൻ പറയാൻ കാരണം എന്താ? പ്രകാശൻ അടിച്ചുവിട്ട പന്തുകൾ ഗോളാകാതിരിക്കാൻ ഈ മഞ്ഞക്കിളി കഠിന പരിശ്രമം നടത്തി. അതുകൊണ്ടാണ് പറഞ്ഞെന്താ, അപ്പം നിനക്ക് പന്ത് പിടിക്കാനൊക്കെ അറിയാം അല്ലേ? സുമംഗലയുടെ അച്ഛൻ പന്തുകളിയിൽ നിന്ന് പിന്മാറിയത് എന്തുകൊണ്ടാ? നമ്മൾ ആ കഥ ആദ്യമേ പറഞ്ഞുകൊണ്ട് നമുക്കിതെല്ലാം എഴുതിക്കൂടായോ? എന്തുകൊണ്ടാ? ഫുട്ബോൾ കളിയിൽ അദ്ദേഹത്തിൻ്റെ കാലിന് പരിക്ക് പറ്റിയത് കൊണ്ടാണ് കേട്ടോ. ഫുട്ബോൾ കളിക്കാൻ വന്ന സുമംഗലയോട് പ്രകാശൻ പറഞ്ഞത് എന്താണ്? പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോള്? നീ പോയി വല്ല കഞ്ഞിയും കറിയും വെച്ച് കളിക്കേ എന്ന് ആര് പറഞ്ഞു? ഈ പ്രകാശൻ നമ്മുടെ സുമംഗലയോട് പറയുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മൾ മലയാളം സെക്കൻഡിൻ്റെ അതായത് അടിസ്ഥാന പാഠാവലിയുടെ പരീക്ഷയ്ക്ക് വേണ്ടുന്ന, അതായത് കഥ നല്ലതുപോലെ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അടിസ്ഥാന പാഠാവലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കഥ പഠിക്കുക. ഏത് രീതി വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങൾ 4 വരെ പഠിച്ച രീതിയല്ല, 5ാം ക്ലാസ്സാണ്, പുതിയ ടെസ്റ്റാണ്, പുതിയ രീതിയിലായിരിക്കും ക്വസ്റ്റ്യനുകളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളത് നല്ലപോലെ ഇരുന്ന് കഥ പഠിക്കണേ. കഥ പഠിച്ചിട്ട് തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ട് നിങ്ങൾ തന്നെ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി നോക്കണം. അപ്പം കഥ ഒരുവിധം അറിയാമെങ്കിലുണ്ടല്ലോ, അത് അറിയാമെന്ന് പറഞ്ഞുകൊണ്ടായില്ല കുഞ്ഞുങ്ങളെ, എഴുതാൻ അറിയണം. അതൊരു മെയിൻ പ്രശ്നമാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ. മലയാളം അക്ഷരം എഴുതാനേ അറിയത്തില്ല. 100 എണ്ണത്തിന് എടുക്കുവാണെങ്കിൽ 75 അല്ലെ 80% ഞാൻ പറയുന്നത് അവർക്ക് മലയാളം എഴുതാൻ അറിയുന്നില്ല. അവർക്ക് ദീർഘം എവിടെ ഇടണമെന്ന് അറിയത്തില്ല. അപ്പം നിങ്ങളുടെ ജോലി പഠിക്കുമ്പോൾ എഴുതി തന്നെ പഠിക്കുക കേട്ടോ. എഴുതി പഠിക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരുപാട് കളികളുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഒരു കളിയുടെ പേര്, നിങ്ങളുടെ പേര് എഴുതിയിട്ട് ആ കളിയുടെ പേര് കേട്ടോ ഒന്ന് എഴുതി നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്നേ. ഓരോരുത്തർക്കും ഓരോ കളിയല്ലേ ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളികൾ ഏതാണെന്ന് ആടെ പേരും ഏത് കളിയാണെന്നും ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ, മനസ്സിലായെങ്കിൽ മനസ്സിലായെന്നും ആ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എങ്കിലും ഞാൻ അടുത്ത ചാപ്റ്റർ ഇടത്തുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.